ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞായറാഴ്ച 22/3/2026 കൊരട്ടി പള്ളിയിൽ നിന്നും ഉച്ചയ്ക്ക് 2:45 ഞങ്ങളുടെ യാത്ര വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ലോകത്തിലെ 11 അന്താരാഷ്ട്ര ആരാധനാലയങ്ങളിലൊന്നായ എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള മലയാറ്റൂർ മലമുകളിലുള്ള പള്ളിയിലേക്കാണ്. ഇസ്രായേലിലെ ഗലീലയിൽ ജനിച്ച മീൻപിടുത്തക്കാരനായിരുന്ന വിശുദ്ധ തോമസ് ശ്ലീഹായാണ് ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്. AD 52 ഇന്ന് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന മുസിരിസ് തുറമുഖത്താണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. അന്ന് ഇവിടം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ രാജാവാണ് ക്രിസ്തുമതത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും വിശുദ്ധ തോമസ് ശ്ലീഹയ്ക്ക് ചെയ്തു കൊടുത്തത്. ക്രിസ്തുവിൻ്റെ അരുമശിഷ്യനായിരുന്ന വിശുദ്ധ തോമസ് 20 കൊല്ലത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ കുറച്ചുനാൾ അദ്ദേഹം മലയാറ്റൂർ മലമുകളിൽ താമസിച്ചിരുന്നുവെന്നും അന്ന് തമിഴ്നാട്ടിലേക്ക് കാടിനുള്ളിലൂടെ വഴിയുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. കൊരട്ടിപ്പള്ളി വികാരിയായ ഫാദർ ജോൺസൺ കക്കാട്ടിൻ്റെ നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള അനുഗ്രഹം വാങ്ങി ഞങ്ങൾ വിശുദ്ധ തോമസ് ശ്ലീഹയുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ മലയാറ്റൂരിലെ മലമുകളിലേക്ക് യാത്ര തുടങ്ങി. മലയാറ്റൂരിലെ മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഓരോ മുഖങ്ങളിലും പ്രത്യേകമായ ഒരു പുഞ്ചിരി, മുഖങ്ങളിൽ തുടിപ്പ്, ഏതോ ഒരു പ്രത്യേക ലോകത്ത് വന്നതുപോലെ തോന്നുന്നു. ഞങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി കൊരട്ടിപ്പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ ജോൺസൺ കക്കാട്ട്. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എങ്ങും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം. കൊച്ചു കുട്ടികളുടെ നൈർമല്യത്തോടെ ഞങ്ങളതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. ഒരു 20കാരൻ്റെ ഉത്സാഹത്തോടെ ഞങ്ങളുടെ വികാരിയച്ഛൻ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കടമകളും വിശ്വാസങ്ങളും ഒന്നൊന്നായി പറഞ്ഞു തരികയായിരുന്നു. കൗതുകത്തോടെ വികാരിയച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടു നിൽക്കുമ്പോൾ ആ പരിസരമാകെ എന്തോ ഒരു പ്രത്യേക സുഗന്ധം നിറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പതിയെ എൻ്റെ ക്യാമറയും എടുത്ത് വികാരി അച്ഛൻ നിന്നിരുന്ന എൻ്റെ എതിർവശത്തേക്ക് നടന്നു. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ വലിയ ഒരു പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. എങ്ങും പച്ചപ്പ് നിറഞ്ഞ പടുകൂറ്റൻ മരങ്ങൾ, നോക്കെത്താ ദൂരത്തോളം പടർന്നു പന്തലിച്ച് കിടക്കുന്ന വൻകാട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ തോമസ് ശ്ലീഹ ഇവിടെ താമസിക്കുമ്പോൾ എന്തുമാത്രം വന്യമൃഗങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്തിരിക്കാം. വിശ്വാസം മാത്രം കൈമുതലായി 10,000 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒരു മുക്കുവൻ്റെ മകൻ ഒറ്റയ്ക്ക് കേരളത്തിലെത്തുമ്പോൾ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ആ പടുകൂറ്റൻ പ്രതിമയിലേക്ക് ഞാൻ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. മനസ്സിൽ 1000 സംശയങ്ങൾ. വികാരി അച്ഛൻ മലമുകളിലേക്ക് കയറുന്നതിന് മുൻപായുള്ള പ്രാരംഭ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഓരോ നിമിഷത്തിലും കിട്ടുന്ന ഒരു സ്വർഗീയാനുഭൂതി, പുണ്യഭൂമിയായ മലയാറ്റൂർ കുരിശുമുടി. ഞങ്ങൾ പതിയെ
വിശുദ്ധ തോമാസ് ലീഹായുടെ പൊന്നും കുരിശ് മുത്തപ്പൻ്റെ പൊന്മലയിലേക്കുള്ള കയറ്റം അവിടെ തുടങ്ങുകയായിരുന്നു. വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകൂ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മാറാത്ത വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകൂ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാസ് ലീഹാദ, പരിശുദ്ധ തോമാസ് ലീഹാ. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാസ് ലീഹാദ, പരിശുദ്ധ തോമാസ് ലീഹാ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം, പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. മാമലതൻ മേലെ ഗുരുവാമീശോയെ ധ്യാനിച്ചു, പ്രാർത്ഥനയിൽ മുഴുകി പാറയിൽ നിറഞ്ഞു ദിവ്യപ്രഭയെങ്ങും ഉയർന്നു വന്നു പൊൻകുരിശ്. മാമലതൻ മേലെ ഗുരുവാമീശോയെ ധ്യാനിച്ചു, പ്രാർത്ഥനയിൽ മുഴുകി പാറയിൽ നിറഞ്ഞു ദിവ്യ
1000 കിലോയിലധികം തൂക്കമുള്ള മരക്കുരിശും ചുമന്നുകൊണ്ട് 1269 അടി പൊക്കമുള്ള ഈ കുരിശുമല, ഈ പുണ്യഭൂമി പാറക്കെട്ടിനുള്ളിലൂടെ ചവിട്ടിക്കയറുക. വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് മലമുകളിൽ ഞാൻ കണ്ടത്. 20 വർഷത്തോളം വിശുദ്ധ തോമസ് ലീഹ താമസിച്ചിരുന്ന ആ പുണ്യമല ഞാനിതിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നു. ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹയുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ്. സ്വർഗത്തിലിരുന്ന് തോമസ് ലീഹ എന്നെയും കാണുന്നുണ്ടാകുമോ എന്തോ എനിക്കറിയില്ല. ഒരു സ്വർഗീയ അനുഭൂതി എന്നിലാകെ നിറയുന്നത് പോലെ തോന്നുന്നു. 1501 തിരുവിതാംകൂർ രാജാവ് ക്രിസ്തീയ വിശ്വാസികൾക്കായി പതിച്ചു കൊടുത്തിരിക്കുന്ന ശംഖിൻ്റെ മുദ്രയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. വിശുദ്ധ തോമസ് ലീഹായുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പാറയുടെ മുകളിൽ ഒരു കുരിശ് വരയ്ക്കുകയും അത് പിന്നീട് ഒരു സ്വർണ്ണക്കുരിശായി ഉയർന്നു വരികയും ചെയ്തുവെന്നാണ് വിശ്വാസം. ഈ വലിയ കുരിശിനടിയിൽ ആ കുരിശുമുണ്ടത്രേ. കരിങ്കല്ലിൽ പതിഞ്ഞിരിക്കുന്ന വിശുദ്ധ തോമസ് ലീഹായുടെ പാദമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാട്ടാനകളുടെ വിഹാരകേന്ദ്രമായിരുന്ന ഈ ഭാഗത്തായിരുന്നു കപ്പേള പണിതത്. കാട്ടാനയുടെ കൊമ്പ് കുത്തിയ ഭാഗം ഇന്നും ഈ കപ്പേളയിൽ കൃത്യമായി കാണാം. ഇന്നും ഈ ഭാഗങ്ങളിൽ കാട്ടാനകൾ നിരവധിയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. പൊന്നും കുരിശുമുത്തപ്പനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി ഞങ്ങൾ പതിയെ മലയുടെ അടിവാരത്തിലേക്ക് ഇറങ്ങി. വൃത്തിയും വെടിപ്പും രുചിയുമുള്ള നേർച്ച ഭക്ഷണം. പൊന്മല കയറിയതിൻ്റെ ക്ഷീണം ഞങ്ങളെല്ലാവരും മരത്തണലുകളിലിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു മനസ്സിൽ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരാൻ കഴിഞ്ഞല്ലോ. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നേർച്ചയും വഴിപാടുമായി വലിയൊരു കൂട്ടം ചെറുപ്പക്കാർ തിരുവനന്തപുരം നെടുമങ്ങാട്ട് നിന്ന് വന്നതായിരുന്നു അവർ. 1000 കിലോയിലധികം തൂക്കമുള്ള ആ പടുകൂറ്റൻ മരക്കുരിശ് ബസ്സിന് മുകളിൽ നിന്നിറക്കുന്ന രംഗം ഞാൻ ശ്വാസം പിടിച്ചു നിന്നു. എങ്ങും പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ മാത്രം. പൊന്നും കുരിശ് മുത്തപ്പ കാത്തുകൊള്ളണമേ. ആ വലിയ മരക്കുരിശ്, ആ പടുകൂറ്റൻ മരക്കുരിശ് പ്രാർത്ഥനകളോടെ അവർ ആ ബസ്സിന് മുകളിൽ നിറക്കി. അവർ അത് തോളിലെടുത്ത് ഇനി പൊന്നും കുരിശ് മുത്തപ്പൻ്റെ 14 നിലകൾ ചവിട്ടിക്കയറി അവർക്കത് മലമുകളിലെത്തിക്കണം. സർവശക്തനായ ദൈവമേ കാക്കണേ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. എങ്ങും വിശ്വാസത്തിൻ്റെ കൂട്ടായ്മകൾ. പൊന്നും കുരിശ് മുത്തപ്പൻ്റെ സന്നിധിയിലേക്കുള്ള കുരിശുമായിട്ടുള്ള തീവ്രമായ യാത്ര. സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ആ അർപ്പണം. കണ്ണ് ചിമ്മാതെ ഞാൻ നോക്കി നിന്നു. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം.